ഹായ് കൂട്ടുകാരെ, നദാലിയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നത് മണി പ്ലാന്റിനെ പറ്റിയാണ്. നമ്മുടെ വീട്ടിൽ കാണുന്ന ഏറ്റവും മനോഹരമായ സസ്യങ്ങളിൽ ഒന്നാണ് മണി പ്ലാന്റ്. പച്ച നിറത്തിലുള്ള ഹൃദയാകൃതിയിലുള്ള ഇലകൾ, വെള്ളത്തിലോ മണ്ണിലോ എളുപ്പത്തിൽ വളരുന്ന ഒരു ചെടി. പലർക്കും ഒരു വിശ്വാസമുണ്ട് മണി പ്ലാന്റ് വീട്ടിൽ വളർത്തിയാൽ സമ്പത്തും ഭാഗ്യവും വരുമെന്ന്. പക്ഷേ സത്യത്തിൽ ഈ ചെടിയുടെ പ്രത്യേകതകൾ എന്താണ്, എങ്ങനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഈ വീഡിയോയിൽ മണി പ്ലാന്റിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും നമുക്ക് നോക്കാം. മണി പ്ലാന്റിൻ്റെ ശാസ്ത്രീയ പേര് എപ്പിപെർമണം എറും എന്നാണ്. ഇതൊരു വള്ളി സ്വഭാവമുള്ള ചെടിയാണ്. ഇലകൾ സാധാരണയായി പച്ച നിറത്തിൽ, ചിലപ്പോൾ മഞ്ഞ പാടുകളോടുകൂടെ ഹൃദയാകൃതിയിൽ. ഈ ചെടി വെള്ളത്തിലും മണ്ണിലും ഉരുവർത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ വീടുകൾ, ഓഫീസുകൾ, ഹോട്ടലുകൾ എല്ലായിടത്തും ഇതൊരു അലങ്കാര സസ്യമായി ഉപയോഗിക്കുന്നു. എങ്ങനെ വളർത്താം? മണി പ്ലാന്റ് വളർത്തുന്നത് വളരെ എളുപ്പമാണ്. കട്ടിംഗ് ഉപയോഗിച്ച് ഒരു ചെറിയ തണ്ടെടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെച്ചാൽ മതി. ചില ദിവസങ്ങൾക്കുള്ളിൽ വേരുകൾ വളരാൻ തുടങ്ങും. മണ്ണിൽ നട്ട ഒരു ചെറിയ പാത്രത്തിൽ മണ്ണും മണലും ചേർത്ത് തണ്ട് നട്ടാൽ മതി. സൂര്യപ്രകാശം നേരിട്ട്, കടുത്ത സൂര്യപ്രകാശം വേണ്ട. ഇൻഡയറക്റ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ മതി. വെള്ളം ആഴ്ചയിൽ 2-3 പ്രാവശ്യം വെള്ളം കൊടുക്കാം. വെള്ളത്തിൽ വളർത്തുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം മാറ്റണം. മണി പ്ലാന്റിൻ്റെ ഗുണങ്ങൾ. മണി പ്ലാന്റിന് പല ഗുണങ്ങളുണ്ട്. വായു ശുദ്ധീകരണം, വീട്ടിലെ ചില വിഷവാതകങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വീട് കൂടുതൽ സുന്ദരമാക്കുന്നു. കുറച്ച് പരിചരണം മാത്രം മതി. പരിപാലനം എളുപ്പമാണ്. പിന്നെ വാസ്തുവിശ്വാസം എന്ന് പറയുന്നത്, പലരും വിശ്വസിക്കുന്നത് മണി പ്ലാന്റ് വീട്ടിൽ വളർത്തിയാൽ സമ്പത്തും പോസിറ്റീവ് എനർജിയും വരുമെന്നാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മണി പ്ലാന്റ് വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അധികം വെള്ളം കൊടുക്കരുത്. കടുത്ത സൂര്യപ്രകാശത്തിൽ വെക്കരുത്. ഇലകൾ മഞ്ഞയായാൽ വെള്ളം കുറയ്ക്കുക. വള്ളി വരുമ്പോൾ സപ്പോർട്ട് കൊടുക്കുക. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മണി പ്ലാന്റ് വളരെ മനോഹരമായി വളരും. ഇപ്പോൾ നിങ്ങൾക്ക് മണി പ്ലാന്റിനെ കുറിച്ച് മുഴുവൻ വിവരങ്ങളും അറിയാം. നിങ്ങളുടെ വീട്ടിൽ മണി പ്ലാന്റ് ഉണ്ടോ? കമൻറ്റിൽ എഴുതൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.